ഇവിടുന്ന് പോയാലുള്ള അവസ്ഥ ആൾക്കാരെ വിളിച്ചു വരുമ്പോഴത്തേനും ഒന്നും ഉണ്ടാവില്ല. പ്രായത്തിന്റെ ആരത് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് മലേഷ്യൻ യാത്രയുടെ സെക്കൻഡ് ഡേ ബത്തു കേവ്സിൽ പോയ കാര്യമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നേ. ബത്തു കേവ്സ് കഴിഞ്ഞ് നേരെ നമ്മൾ നല്ല ഇലയിൽ സദ്യ ഒക്കെ കഴിച്ചു. അതായത് ഈ ഹോട്ടലിൻ്റെ പേര് ബനാന ലീഫ് എന്നാണ്. അപ്പം എന്താ പറയുക, വാഴയുടെ ഇലയിൽ നമ്മൾ മലേഷ്യയിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. മലേഷ്യയുടെ ഒരു പ്രത്യേകതയും അതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തമിഴ് ആളുകളുണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫുഡ് ഭക്ഷണത്തിന് റേറ്റ് വളരെ കൂടുതലാണ്. പക്ഷെ എന്നാലും നമ്മളൊരു പാക്കേജായിട്ട് ചെയ്യുമ്പോൾ മലേഷ്യൻ ഫുഡ് നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് ഒരു നേരം ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നല്ലാതെ നമ്മൾ 3 നേരവും മലേഷ്യൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വേറൊരു നാട്ടിൽ പോയിട്ട് പരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് ട്രിപ്പിനെ മൊത്തത്തിൽ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇന്ത്യൻ ഫുഡ് തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. താല്പര്യമുള്ളവർക്ക് കഴിക്കാം എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് ജെന്നി ഹൈലൻഡിലെ കേബിൾ കാറിലാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1800 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ കേബിൾ കാറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെന്നിറങ്ങുന്നത് ഒരു വലിയൊരു മോളിലാണ്. അപ്പം ആ മോളിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഒരുപാട് ഗെയിമും അതുപോലെ തന്നെ കാസിനോസും അമ്യൂസ്മെന്റ് പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ലോകത്താണ് നമ്മൾ ചെന്നിറങ്ങുക. ഇപ്പോൾ 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ഒരുപാട് ലേറ്റ് ആയിട്ടൊന്നും നമുക്ക് അവിടെ നിന്ന് പോരാനായിട്ട് പറ്റില്ല. ചില സമയത്ത് ഇവിടെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊരു മൂന്നാറ് പോലെയാണ്. അങ്ങനെ വലിയ മരങ്ങളും ഒരു തണുപ്പുള്ള ഏരിയയാണ്. പക്ഷെ ഇത് നല്ല ചൂടുകാലമായതുകൊണ്ട് അങ്ങനെ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എപ്പോഴാണ് ആകെ മൂടിക്കെട്ടി ക്ലൈമറ്റ് ആകെ മാറുക, ഒരു മഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലൈമറ്റ് മൊത്തം മാറും, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് പക്ഷെ ഇന്ന് സ്കൈയും അതേപോലെ തന്നെ ക്ലൈമറ്റും വളരെ നല്ലതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിസിബിൾ ആണ്. അപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. എന്തൊരു ഹൈറ്റ് ആണ് നമ്മൾ പോകുന്നതെന്ന് അറിയോ. ശരിക്കും ഇതൊരു വണ്ടർ തന്നെയാണ് കേട്ടോ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കേബിൾ കാറിൽ പോയിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്നത്, ഇത് നമ്മൾ ചെന്നിറങ്ങുന്ന ഒരു ലോകം, അതൊക്കെ എന്ന് പറയുന്നത് ടൂറിസം എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം അത് ഭംഗിയാക്കിയിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇത്രയും മല മുകളിലോട്ടാണ് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ട് വെച്ചേക്കണമെന്ന് ആലോചിച്ച് നോക്കണം. ശരിക്കും ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ പേടിയുണ്ട്, ഇതെങ്ങനെ സ്റ്റക്ക് ആയാലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളങ്ങനെ നെഗറ്റീവ് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ഒരു വിശ്വാസത്തിൽ നമ്മളങ്ങ് പോവുമല്ലേ. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചിരിക്കുകയുള്ളൂ. അത് വളരെ ഭംഗിയായിട്ട് അങ്ങ് നടന്നു പോകും അല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കൂടെ ഉള്ളവർ, അതായത് ഒരു കേബിൾ കാറിൽ നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഇത് വലുപ്പം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഈ ഒരു ക്യാബിന്. കണ്ടോ, താഴെ വണ്ടികളൊക്കെ നിൽക്കുന്നതൊക്കെ സോപ്പ് പെട്ടി അടുക്കി വെച്ച പോലെ ഇല്ലേ, അത്രയും ഹൈറ്റിലാണ്. ഇപ്പം നമ്മളൊരു ടൗൺ ഏരിയയിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് എവിടെയാണ് അവസാനിപ്പിക്കുന്നത്, ഒന്ന് നോക്കി നോക്കൂ. എന്തൊരു വലുപ്പമാണ്. ഇവിടെ ബിൽഡിങ്ങുകൾ കാണുമ്പോഴാണ് ഇത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ പോണേന്നുള്ളത് മനസ്സിലാവുക. ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്.
നമുക്ക് ഫുള്ളൊന്നും ഇത് കണ്ട് പോരാനായിട്ട് പറ്റില്ല. കാര്യം ഇന്നത്തെ ദിവസം ബത്തോ കേവ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ചെണ്ടി ഐലൻഡിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. ഞാൻ ഒരുപാടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം കുറേ ഞാനും കറങ്ങി നടന്നു, ഷോപ്പ് ചെയ്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഇതൊരു ഗെയിമാണ് കുട്ടികൾക്കുള്ളത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പങ്കെടുക്കാം. അപ്പോൾ നമ്മൾ കുറേ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പറഞ്ഞത് സമയത്ത് എല്ലാവരും എത്തി. നമ്മൾ ഇനി തിരിച്ചു പോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യ വന്നു കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് അങ്ങനെ നൈറ്റിൽ പോയിട്ടുള്ളവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പോയില്ല. കാര്യം നമ്മൾ രാവിലത്തെ ഉറക്കം നന്നായിട്ടുണ്ടല്ലോ, തലേ ദിവസത്തെ ഉറക്കം. അതുകൊണ്ട് ഇന്നലെ നന്നായിട്ട് കിടന്നുറങ്ങി. പക്ഷെ ഇന്ന് എന്ന് പറയണത് രാത്രി നമ്മൾ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മളുടെ ട്രാവൽസിന്റെ പേരാണ് ഡോറയുടെ പ്രയാണം. 6 വർഷമായിട്ട് ഞാൻ ടൂർ പാക്കേജുകൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ യാത്രയിൽ കൂടാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ അപ്കമിങ് ട്രിപ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് റിവർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ ഒരാളെ ഉണ്ടോ കാണിച്ചിട്ടോ, ഉണ്ടോ? നമുക്ക് നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ ഏത് സ്കൂളിലെ യൂണിഫോമാണാവോ? ഞാൻ എന്തായാലും ഇവരടുത്ത് ചോദിച്ചിട്ട് വരട്ടെ. റിയലി അമേസിങ് കേബിൾ കാർ എക്സ്പീരിയൻസ്. ഞങ്ങളൊക്കെ ഭയങ്കര കൂവലും വിളിയൊക്കെ ആയിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു ഇവരൊക്കെ എല്ലാവരും. പിന്നെ മുരുകൻ ടെമ്പിൾ ഫസ്റ്റ് നമ്മൾ പോയത് വളരെ കുറച്ച് ടയർഡായി കേറുമ്പോ, പക്ഷെ സ്റ്റിൽ നന്നായിട്ട് അവിടെ കണ്ടൊക്കെ കഴിഞ്ഞപ്പോ ആ ഒരു ടയർഡ്നെസ് ഒക്കെ പോയി. നന്നായിട്ടുണ്ടായിരുന്നു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഡോറയുടെ പ്രയാണത്തിന്റെ കൂടെ ആദ്യമായിട്ട് വന്നതല്ലേ? സൂപ്പർ. വീഡിയോ മാത്രല്ലേ കണ്ടിട്ടുള്ളൂ? അതെ, വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി അടുത്ത പ്രയാണങ്ങളിലൊക്കെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, വരൂ. ഓക്കെ, തായ്ലൻഡിന് ശേഷം വീണ്ടും മലേഷ്യയിൽ എത്തിയിരിക്കുകയാണ്. യെസ്, ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്നിരിക്കുകയാണ്. ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമല്ല, ഒരു 5-6 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് വന്നത്. സെപ്റ്റംബറിലാണ് ഞങ്ങൾ തായ്ലാന്റിൽ പോയത്. ശരിയാ, ഡോറയ്ക്ക് ഇച്ചിരി ഓർമ്മക്കുറവുണ്ട്, അത് കാര്യമാക്കേണ്ടതില്ല. പ്രായത്തിന്റെ ഇല്ല, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യും, പറഞ്ഞു എനിക്കറിയാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയായിരുന്നു. മറ്റേ കേബിൾ കാർ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആ കുന്നിന്റെ മേലെ പോണതും നല്ല അടിപൊളിയായിരുന്നു. വേറെ എവിടെ ഇല്ല കേബിൾ കാർസ്. നമ്മൾ പോയിട്ടുണ്ട് ഗൾഫിലൊക്കെ, പക്ഷെ ഇത്രയും ഹൈറ്റിൽ എവിടെയും പോയിട്ടില്ല. അപ്പൊ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു ദിവസം പോണത് എങ്ങനെയാന്ന് അറിയണില്ല. അതും വളരെ ഓരോ മിനിറ്റ് നമ്മള് വാല്യുബിൾ ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഡിന്നറിന്റെ ടൈം ആയിരിക്കാണ്. ഫിഷ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളുടെ 3rd ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ സിറ്റി ടൂറിലേക്കാണ് പോണേ. നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഹോട്ടലിൽ നേരെ ഇങ്ങനെ ഇരിക്കാനുള്ള സംഗതിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണാം. നമ്മുടെ കൂട്ടത്തിൽ ഈ ട്രിപ്പിലുള്ള ആകെ 3 കുട്ടികളാണ്. പക്ഷേ കുട്ടികൾ എന്ത് സൈലന്റ് കുട്ടികളാണെന്നറിയോ? ആർക്കും ഒരു ശല്യമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. സീജലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തായ്ലൻഡ് ട്രിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വോമിറ്റ് ചെയ്തൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഇത്തവണ വോമിറ്റിംഗ് പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ നാഷണൽ മോസ്കിന്റെ മുമ്പിലാണ്. ഒരു പ്രത്യേക ശൈലിയിലുള്ളൊരു പള്ളിയാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. എല്ലാവരും ഇതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയേക്കുന്നത് പാലസിന്റെ മുമ്പിലാണ്. ഈ പാലസിന്റെ പുറത്ത് മാത്രമേ എൻട്രി ഉള്ളൂ. ഇവിടെയൊക്കെ പുറത്തൊക്കെ വന്ന് കാണാം. പക്ഷേ ഉള്ളിലേക്ക് ഇപ്പോഴും രാജാവ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയാണല്ലോ. അപ്പൊ രാജാവിന്റെ കൊട്ടാരമാണ്, ഉള്ളിലേക്ക് എൻട്രി ഇല്ല. ആ കവാടങ്ങളിൽ ശരിക്കും ജീവനുള്ള കുതിരയും ആളുകളും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മുമ്പിൽ നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ നല്ല ചൂടാണ്, അപ്പം അതുകൊണ്ട് അവിടേക്കൊന്നും എടുക്കാനായി പോയില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു കയറുകയും ചെയ്തു. ഇത് നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഹായ്, ഇന്ത്യ. കേരള, പഞ്ചാബ്. ഈ പെയിന്റിങ് ഇവരെ ഓരോരുത്തരുടെ ഓരോ
എന്താ പറയുക സൃഷ്ടിയിൽ അല്ലെങ്കിൽ അവരുടെ തലയിൽ വരുന്ന ഒരു ഐഡിയക്ക് അനുസരിച്ചാണ് ഇവർ വരയ്ക്കുന്നത്. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് മെറ്റീരിയലാക്കുന്നതിനെ കുറിച്ചും ആ തുണിയിൽ അത് വരുന്നതിനെ കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫുൾ വീഡിയോ എടുത്തില്ല. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ അവരുടെ ഈ ഒരു ഷോപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തൊന്നും ചെയ്തില്ല. നമ്മൾ അടുത്ത ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് വന്നിരിക്കുകയാണ്. Kagapis can produce 2 ingredients of the chocolate. The first one ingredient, cacao butter. This is normally we produce the white chocolate. Beside the white chocolate, the lipstick, pen, cream, composite product all also have this ingredient. You can try to pass it. Touch. Oily. Yeah, this is the real cacao butter, yeah, real cacao butter. Yeah. Okay. ആദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അങ്ങനെ കൂടുതൽ ചോക്ലേറ്റ് ഒന്നും മേടിച്ചില്ല. നമ്മുടെ കൂടെയുള്ള ഒരുവിധം എല്ലാവരും നന്നായിട്ട് മേടിച്ചു കേട്ടോ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് അക്വേറിയത്തിലേക്കാണ്. ഇവിടെ ഇത് മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു കാര്യമാണ്. അത്രയും നല്ലൊരു എക്സ്പീരിയൻസാണ്. ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ഒത്തിരി ഇതിനകത്ത് കാണാനുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കാണണം. ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ ഇങ്ങനെ ഒരു ടണലിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടക്കുന്നത് പോലെയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ തലയ്ക്ക് മീതെ ഇങ്ങനെ വെള്ളവും അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ ഇത്രയും വലുപ്പമുള്ള മത്സ്യങ്ങളും പോവുക എന്ന് പറയുന്നത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഇത് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ഇത് ടിക്കറ്റ് റേറ്റ് നല്ലോണം ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്രത്തോളം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിൽ റേറ്റ് കൂടുതലാണെന്ന് വിചാരിച്ചാൽ നമുക്കത് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അതും വലുതായിട്ടുള്ള ഫിഷുകളുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്നുകൂടെ കാണാം. അപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ വീഡിയോയോട് കൂടെ ഞാൻ ഇവിടെ ഇന്നത്തെ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.